തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ജനകീയ പ്രഖ്യാപനങ്ങളിലേക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തും. പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ ഒരു ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കും. ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം. ആർ ശ്രീജിത്താണ് ഈ വാർത്ത ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. ശ്രീജിത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീജിത്ത്, ഇതിൽ പ്രധാനമായും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്, അത് 2500 എന്നുള്ളതാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. നിലവിലെ 1600 നിന്ന് പടിപടിയായി വർദ്ധിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് 2500 എത്തിക്കുക എന്നതിലേക്കാണോ ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്ന വർധനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അതെന്താണ്? ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജനകീയ പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും. അനുജ, നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുമ്പോൾ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വീണ്ടും ഒരു തുടർഭരണമെന്ന ചരിത്ര നേട്ടം കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനാണ് സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുന്ന പ്രഖ്യാപനങ്ങൾക്കായി തയ്യാറെടുക്കുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നത് 2021 LDFിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാണ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുവരെയും ഈ ക്ഷേമ പെൻഷനിൽ 1 രൂപ പോലും കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തികമായ പരിമിതികളായിരുന്നു അതിന് തടസ്സം നിന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. അതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ 1600 രൂപയായ ക്ഷേമ പെൻഷൻ 400 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ലക്ഷ്യം. എങ്കിലും എത്ര തുക കൂട്ടണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക ധനമന്ത്രിയും മുഖ്യമന്ത്രിയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചയിലായിരിക്കും. രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. എന്നാൽ എന്തായാലും ഒക്ടോബർ മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഇതോടൊപ്പം തന്നെ ഈ നവംബർ മാസത്തിലെയോ ഡിസംബർ മാസത്തിലെയോ പെൻഷൻ വിതരണത്തോടൊപ്പം വർദ്ധിപ്പിച്ച പെൻഷൻ തുക വിതരണം ചെയ്യുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നു. സർക്കാർ ജീവനക്കാരാണ് മറ്റൊരു അസംതൃപ്ത വിഭാഗം. അവരെ അനുനയിപ്പിക്കാനും അവരുടെ പിന്തുണ നേടിയെടുക്കാനുമായി ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നതാണ് കേരളത്തിലെ രീതി. അത് ഇതുവരെയും തെറ്റിച്ചിട്ടില്ല. എന്നാൽ ഇതുവരെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാത്തതിൽ സർക്കാർ ജീവനക്കാർക്ക് വലിയ തോതിൽ അതൃപ്തിയുണ്ട്. ഇത് പരിഗണിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാര്യത്തിലൊരു പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശമ്പള കമ്മീഷനെ വെക്കുന്നു, അല്ലെങ്കിൽ സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുക, ഈ 2 ഓപ്ഷനുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. എന്നാൽ CPIMന്റെ സർവീസ് സംഘടനകളായ NGO യൂണിയനും KGOയും ഒക്കെ ഇപ്പോൾ ഈ ശമ്പള കമ്മീഷൻ തന്നെ നിയോഗിക്കണമെന്ന ഉറച്ച നിലപാടിലാണ്. അത് പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശമ്പള കമ്മീഷൻ തന്നെ വരാനാണ് സാധ്യത. ഇതോടൊപ്പം തന്നെ ജീവനക്കാരുടെ DA കുടിശ്ശിക 1 ഗഡു കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നു. DA കുടിശ്ശിക 4% നൽകുന്നതാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെ നേരത്തെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അരിയറായി കിടപ്പുണ്ട്. ആ അരിയർ എങ്ങനെ നൽകുമെന്ന കാര്യത്തിലുള്ള ഒരു വിശദമായ പ്രഖ്യാപനവും ഉണ്ടാകും. ഒപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്നത് LDF സർക്കാരിൻ്റെ 2016 തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. 9.5 കൊല്ലക്കാലമായിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ ഇടത് സർവീസ് സംഘടനകൾക്കിടയിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കുന്നതിനായി ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് നേരത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കാൻ പോവുകയാണ് സർക്കാർ. ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ക്ഷേമ പെൻഷൻ 2500 എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകും. ഇപ്പോൾ തുടക്കത്തിൽ 400 രൂപ വരെ കൂട്ടുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. അനുജ, അതായത് ഉടനടി തന്നെ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വർധന അത് 2000 ആകുന്നു. 1600 നിന്ന് 400 രൂപ കൂട്ടി 2000 ഒപ്പം തന്നെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു, ഈ 2 വർധന അതാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉടനടി തന്നെ ഉണ്ടാകാൻ പോകുന്നത്? ശ്രീജിത്ത്, അനുജ, ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിലും ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലുള്ള പ്രഖ്യാപനത്തിലും ഒക്കെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനമുണ്ടാകും. ഈ കാര്യത്തിലൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ സാങ്കേതികത്വം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. വിശദമായ പ്രപ്പോസൽ ഈ കാര്യങ്ങളിലെല്ലാം ധനവകുപ്പ് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് CPIMന്റെ നേതൃതലത്തിൽ കൂടി ഒരു ചർച്ച നടന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും സർക്കാരിനെ കൂടുതൽ ജനകീയമായി
ശക്തമാക്കുക, വിരുദ്ധ വികാരത്തെ മുറിച്ചു കടക്കുക, അങ്ങനെ മൂന്നാം തുടർഭരണം നേടുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. അനുജ, കാര്യം കൂടി ശ്രീജിത്ത്, ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ധനകാര്യമന്ത്രി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വലിയ ആശങ്കയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് എന്നത്. അത് ലോങ് ടേം എന്ന തരത്തിലേക്കാണ് ഗുണം ചെയ്യുന്നത്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പങ്കാളിത്ത പെൻഷൻ പദ്ധതി അല്ല ഗുണകരം. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. സുരക്ഷിതത്വം അതിലവിടെ ഉറപ്പാക്കപ്പെടുന്നില്ല എന്ന തരത്തിലേക്കൊക്കെ. അപ്പോൾ പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന പണം അത് തിരിച്ചു നൽകുക, അങ്ങനെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി അവശേഷിക്കുന്നില്ലേ? ഇത് പഠിക്കാൻ കമ്മിറ്റികളെ വെച്ചിരുന്നു സർക്കാർ. അപ്പോൾ അതൊക്കെ കൂടി പരിഗണിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണോ? അനുജ ചൂണ്ടിക്കാണിച്ചത് പ്രസക്തമായ ഒരു വിഷയമാണ്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം മാറ്റി പിന്നീട് ജോലിയിൽ എത്തുന്നവർക്കെല്ലാം ഈ നമ്മുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അന്ന് LDF ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. അങ്ങനെ ആ എതിർപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നിരുന്നു. ആ സമരങ്ങളിലൊക്കെ ഉൽപ്പന്നമായിരുന്നു 2016 LDF സർക്കാർ. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നെങ്കിലും അത് രഹസ്യരേഖയായിട്ട് ഇരിക്കുകയായിരുന്നു. അതിനെതിരെ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഹൈക്കോടതിയെ വരെ സമീപിച്ചാണ് ആ രേഖ പരസ്യപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. എങ്കിലും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനിടെ ചില സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ പൊടുന്നതിനെ പിൻവലിച്ച് പോകാൻ കഴിയുമോ? ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് നടപടികൾ എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ ആശങ്കകളുണ്ടായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ സംസ്ഥാനങ്ങൾ പോലും അതിന് കൃത്യമായ മാതൃക ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എങ്കിൽ പോലും സംസ്ഥാനമാകട്ടെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമ്പോൾ തന്നെ അഷ്വേർഡ് പെൻഷൻ എന്നൊരു പുതിയ സ്കീമിലേക്കാണ് ചുവടുവെക്കുന്നത്. നേരത്തെ ധനമന്ത്രി 2 ബജറ്റുകളായി ആവർത്തിക്കുന്ന വാചകമാണ് അഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഉറപ്പായ ഒരു പെൻഷൻ. അത് നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിൻ്റെയോ പങ്കാളിത്ത പെൻഷൻ്റെയോ മാതൃകയിലായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ സ്കീം എങ്ങനെയായിരിക്കും എന്ന പ്രഖ്യാപനമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ധനമന്ത്രി KN ബാലഗോപാൽ നടത്താൻ പോകുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ശ്രീജിത്താണ് ഈ വാർത്ത ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ജനകീയ പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാർ ഒരുങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തുക. ഉടനടി തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ശുപാർശകളൊക്കെ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഉണ്ടാകേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നതാണ്. ഒപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഒരു ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കുക. ഒപ്പം തന്നെ ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികൾ. ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉടൻ ഉണ്ടാകുമെന്നതാണ് ശ്രീജിത്ത് ഇന്ന് നൽകിയ വിവരം. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നു. കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന വിഭ്രാന്തിയാണ് സർക്കാരിന് എന്നാണ് VD സതീശൻ പറഞ്ഞത്. 1 ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാൻ കുടിശ്ശികയുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടു, 2026 തോൽവി, അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക്. ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ്, അയ്യപ്പ സംഗമം, വികസന പ്ലാൻ, മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തൊലിക്കട്ടിയുണ്ടോ? കശുവണ്ടി കോൺക്ലേവ് നടത്തുക. 99% കശുവണ്ടി കമ്പനികൾ അടച്ചുപൂട്ടിക്കിടക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.